പതിവിന് വിപരീതമായി മുസ്ലിം ലോകത്തെ അപാലവൃദ്ധം ഭൂരിപക്ഷം മുസ്ലിം സമൂഹവും ഇന്ന് ഈദുൽ ഫിത്തർ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലിസ്സാഇമി ഫർഹത്താൻ, ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. ഒരു നോമ്പ് പിടിച്ച വ്യക്തികൾക്ക് രണ്ട് സന്തോഷങ്ങളുണ്ട്. അതിലൊരു സന്തോഷം നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷം, മറ്റൊന്ന് നാളെ അള്ളാഹുവിനെ പരലോകത്ത് കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം. ഒരുപക്ഷെ ഓരോ ദിവസവും നോമ്പ് തുറക്കുമ്പോഴും ആ സന്തോഷം, ആ ഒരു സുഖം വിശ്വാസികൾ അനുഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നീണ്ട റമദാനിലെ നോമ്പ് പിടിച്ച് ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ അപ്പോഴും യഥാർത്ഥത്തിൽ ഒരു സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ആഘോഷിക്കുകയാണ്, ഇന്ന് നമ്മൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കുകയാണ്. പക്ഷേ ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന ഒരു ഫെസ്റ്റിവൽ, ആ ഫെസ്റ്റിവൽ മൂഡല്ല ഇതൊരു സെലിബ്രേഷന്റെ ഒരു തരംഗങ്ങളല്ല ഇവിടെയുള്ളത്. ഇതൊരു കാർണിവൽ സ്വഭാവത്തിലുള്ള ആഘോഷമല്ല. ആനയും അമ്പാരികളും കർക്ക് കസേരകളും ഏതെങ്കിലും കിടുക്കി കുത്തൊക്കെ ചേരുന്ന ഒരു ഉത്സവ പ്രതീതിയല്ല യഥാർത്ഥത്തിൽ ഈദുൽ ഫിത്തറിൻ്റെത്. ഇതൊരു സ്വർഗീയ ലോകത്തിന്റെ മിനിയേച്ചറാണ്, ഒരു സ്വർഗലോകം. നാളെ പരലോകത്ത് സ്വർഗീയ വിശ്വാസികളുടെ ഒരു മിനിയേച്ചർ വിശുദ്ധ ഖുർആൻ വരച്ച് കാണിക്കുന്നുണ്ട്. യൗമ തുബയ്യദു വുജൂഹുൻ വതസ്വദ്ദു വുജൂഹ് ഫഅമ്മൽ ലദീന സ്വദ്ദത് വുജൂഹുകും അകഫർതും ബഅദ ഈമാനികും ഫദൂഖുൽ അദാബ് അതുപോലെ അമ്മൽ ലദീന ബിയദ്ദത് വുജൂഹുകും ഫഫി റഹ്മത്തില്ലാഹ്. നാളെ സ്വർഗലോകത്തിൽ സത്യവിശ്വാസികൾ മുഖപ്രസന്നതയോടുകൂടിയ വരിക. വലിയ സന്തോഷമായിരിക്കും. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ വവുജൂഹു യൗമഇദിൻ ബസിറ തദുന്നു അൻ യുഫഅല ബിഹാ ഫഖറ വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ലഹിഖത്തുൻ മുസ്തബശിറ. സത്യവിശ്വാസികൾ നാളെ പരലോകത്ത് സ്വർഗലോകത്ത് എത്തുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും, പുഞ്ചിരിക്കും. അവരുടെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാവും. എന്തൊരു സന്തോഷം! യഥാർത്ഥം ഇന്ന് ഈദുൽ ഫിത്തറിൽ നമ്മളെല്ലാവരും വന്നിട്ടുണ്ട്. നമ്മുടെ ഭാര്യമാര് വന്നിട്ടുണ്ട്, നമ്മുടെ ഉമ്മമാരും ഉപ്പമാരും വന്നിട്ടുണ്ട്, നമ്മുടെ മക്കൾ വന്നിട്ടുണ്ട്, പുതിയ വസ്ത്രം ധരിച്ചിട്ടാണ് വന്നിട്ടുണ്ട്, എല്ലാവരും സുഗന്ധം പൂരിച്ചിട്ടുണ്ട്, എല്ലാവരും കുളിച്ച് വൃത്തിയായിട്ടാണ് വന്നിട്ടുള്ളൂ. ഇനി എല്ലാവരും നമസ്കരിച്ചു, എല്ലാവരും കൈകൊടുക്കും, എല്ലാവരും ചേർത്ത് നിർത്തും, എല്ലാവരും പുഞ്ചിരിക്കും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് നിർത്തും. കാരണം ഇതൊരു സ്വർഗീയ സമൂഹമാണ്, സ്വർഗത്തിന്റെ സുഗന്ധമുള്ള ആഘോഷമാണ് ഈദുൽ ഫിത്തർ. ഇന്നലെ പോലും ആലോചിച്ചു നോക്കുക, ഇന്നലെ മഗ്രിബ് കൊടുത്തതിന് ശേഷം ഒരുപക്ഷെ ശവ്വാലിന്റെ മാസപ്പിറവി കണ്ടു എന്നറിഞ്ഞതോട് കൂടിയിട്ട് നമ്മുടെ സമൂഹത്തില് ആയിരക്കണക്കിന് ഈ പെരുമ്പാവൂരുള്ള ഒരു അരി ബിസിനസ്സുകാരൻ തന്നെ തന്റെ ഫേസ്ബുക്ക് പേജിൽ കഴിഞ്ഞ വർഷം എഴുതിയത്, യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് 100 കോടി രൂപയോളം അരി അദ്ദേഹത്തിന് മാത്രം ചെലവായി എന്നാണ്. ഈ സമൂഹത്തിലെ ദരിദ്രരായ പ്രയാസപ്പെട്ട മനുഷ്യർ, ഒരുപക്ഷെ സമൂഹത്തിൽ എല്ലാവരും സമ്പന്നരും ദരിദ്രരും വരെ അതിനേക്കാൾ അതിദരിദ്രരിലേക്ക് ഒരുപക്ഷെ അതിദരിദ്രം ഇല്ലാതാക്കി എന്ന് ഏതെങ്കിലും അർത്ഥത്തിൽ പ്രമേയം പാസാക്കില്ല. ഒരു സമൂഹത്തിലെ ദാരിദ്ര്യമില്ലാത്ത, പട്ടിണിയില്ലാത്ത, എല്ലാവരും ഊട്ടുന്ന, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്ന, എല്ലാവരും സമൃദ്ധിയിൽ നിർത്തുന്ന ഒരു സംസ്കാരമാണ് ഫിത്തർ സക്കാത്തിന്റെ സംസ്കാരം. ആ ഈദുൽ ഫിത്തറിൽ ആ ആഘോഷത്തിലേക്ക് കടന്നു വരുമ്പോൾ പോലും ആ രീതിയിലുള്ള സക്കാത്തുൽ ഫിത്തർ കൊടുത്തുകൊണ്ട് അങ്ങനെ ഈ സമൂഹത്തെ എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഉന്നതമായ മൂല്യങ്ങളുടെ ഒരു ആഘോഷമാണ്. പ്രിയമുള്ളവരെ, ഈ ആഘോഷം എന്ന് പറയുന്നത് ഒരു വിജയം, യൗമുൽ ജായിസ, ഇതൊരു സമ്മാനവേദിയാണ്. ഇത് യഥാർത്ഥത്തിൽ അവാർഡ് ദിനമാണ്. എല്ലാവരും വന്നിരിക്കുന്നത് അള്ളാഹുവിന്റെ അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്, പടച്ച റബ്ബിന്റെ റിവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്താണ് അവാർഡ് എന്നറിയോ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു ഹുവ ഖൈറുൻ മിമ്മാ യജ്മഊൻ. ഇത് ഒരു വിജയമാണ്. എനിക്ക് ഈമാൻ കിട്ടി, അൽഹംദുലില്ലാഹ്. എനിക്ക് തഖ്വ കിട്ടി, അൽഹംദുലില്ലാഹ്. ഞാൻ യഥാർത്ഥ സത്യവിശ്വാസിയായി മാറി. ഞാൻ നമസ്കരിച്ചു, ഞാൻ നോമ്പെടുത്തു, ഞാൻ സക്കാത്ത് കൊടുത്തു, ഞാൻ തറാവീഹ് നമസ്കരിച്ചു, ഞാൻ ഖിയാം റമദാൻ നമസ്കരിച്ചു, റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഇസ്തിഗ്ഫാർ നടത്തി, ലൈലത്തുൽ ഖദർ എനിക്ക് ലഭിച്ചു, ബദറിന്റെ ഓർമ്മകൾ ഞാൻ പുതുക്കി. അങ്ങനെ എന്റെ വിശ്വാസത്തെ, എന്റെ ഈമാനിനെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് ഞാനിതാ ഒരു വിശ്വാസിയായി, യഥാർത്ഥ വിശ്വാസിയായി മാറിയതിന്റെ സന്തോഷമാണ് നമുക്കെല്ലാം ഉള്ളത്. ഇന്ന് നമ്മൾ സന്തോഷിക്കുന്ന, അൽഹംദുലില്ലാഹ്, ഞാൻ മുഅ്മിനാണ്, ഞാൻ മദ്യപാനിയല്ല, ഞാൻ വ്യഭിചാരിയല്ല, ഞാൻ ചൂതാട്ടത്തിൽ ഏർപ്പെടുന്ന ആളല്ല, ഞാൻ പലിശ കൊടുക്കുന്നവനല്ല, ഞാൻ അശ്ലീലം കാണുന്നവനല്ല, ഞാൻ ആഭാസം പ്രവർത്തിക്കുന്നവനല്ല, ഞാൻ തെറി പറയില്ല, ഞാൻ ചീത്ത വിളിക്കില്ല, ഞാൻ വഴക്കടിക്കില്ല, ഞാൻ യഥാർത്ഥ സത്യവിശ്വാസിയാണ്. ആ സത്യവിശ്വാസത്തിന്റെ ഗുണങ്ങൾ, മൂല്യങ്ങൾ എല്ലാം ഞാൻ ആർജിച്ചിരിക്കുന്നു.
ആ അർത്ഥത്തിൽ എനിക്ക് ഈമാൻ, എനിക്ക് തഖ്വ ലഭിച്ചു എന്നതിന്റെ സന്തോഷമാണ് ഇന്നത്തെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഉന്നതമായ ഒരു മുദ്രാവാക്യമാണ് മുഴക്കുന്നത്. അല്ലാഹുവാണ് ഞങ്ങൾക്ക് വലുത്. ഈ ലോകത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലുത് അല്ലാഹുവാണ്. ഒരു പക്ഷേ ഇന്ന് നമ്മളൊക്കെ ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ പോലും മുസ്ലിം ലോകത്തിന്റെ ആകാശത്ത് ശവ്വാലിന്റെ മാസപ്പിറവി കാണുന്നവരാണ്. ഇന്നലെ നമ്മളൊക്കെ കോഴിക്കോട്ട് കാപ്പാട് കടപ്പുറത്ത് പോയി ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആകാശത്ത് ശവ്വാലിന്റെ പൊന്നമ്പളിയാണ് കണ്ടത്. ശവ്വാലിന്റെ പൊന്നമ്പളി കേട്ടപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുമ്മ അഹില്ലഹു അലൈന ബിൽ അംനി വൽ ഈമാൻ വസ്സലാമി വൽ ഇസ്ലാം റബ്ബി വ റബ്ബുക്കല്ലാഹ്. അല്ലാഹുവേ, നിർഭയത്വത്തിന്റെ മാസപ്പിറവി, സമാധാനത്തിന്റെ മാസപ്പിറവി, ഈമാന്റെ മാസപ്പിറവി ആകണമേ എന്ന് പ്രാർത്ഥിച്ചത്. പക്ഷേ നമ്മളൊക്കെ ജീവിക്കുന്നത് കേരളത്തിലാണെങ്കിലും നമ്മെ ജീവിപ്പിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തം, നമ്മുടെ പോക്കറ്റിലുള്ള രൂപകൾ, നമ്മുടെ യഥാർത്ഥത്തിൽ സൂപ്പർ മാർക്കറ്റിലും നമ്മുടെ തട്ടുകളിലും പെട്ടികളിലെല്ലാം ജീവിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നത് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്, അറബ് മുസ്ലിം നാടുകളാണ്. പക്ഷേ ആ നാടുകളിൽ മുസ്ലിം പൗരസ്ത്യ പ്രദേശങ്ങളിൽ മിഡിൽ ഈസ്റ്റിന്റെ മണ്ണിൽ അവരുടെ ആകാശത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് മാസപ്പിറവിയുടെ ഹിലാലല്ല, മറിച്ച് കൂറ്റൻ ബോംബറുകളാണ്, വലിയ ടാങ്കറുകളാണ്, അവിടെ സൂപ്പർസോണിക് മിസൈലുകളാണ് ആകാശത്ത് തീമഴ പെയ്യിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവര്, സമാധാനമില്ലാത്ത, ഒരു സന്തോഷമില്ലാത്ത, വലിയ വേദനയും പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് മുസ്ലിം ലോകം ഇന്ന് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്ന് ലോകത്ത് ഒരു മൂന്നാം ലോക പൈശാചിക യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ഇങ്ങനെ മഹായുദ്ധങ്ങൾ നടത്തിയ ആളുകൾ മൂന്നാം ലോക പൈശാചിക യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം ഇറാനെതിരാണ് എന്നാരും വിചാരിക്കേണ്ടതില്ല. ഇത് ഇസ്രയേലും ഇറാനും തമ്മിൽ യുദ്ധം എന്നാരും വിചാരിക്കേണ്ട. യഥാർത്ഥത്തിൽ ഇസ്ലാമിനെതിരെയുള്ള, ഇസ്ലാമിക സംസ്കാരത്തിനെതിരെയുള്ള, ഇസ്ലാമിക സമൂഹത്തിന്റെ സന്തോഷവും സമൃദ്ധിയും സമാധാനവും എല്ലാം നഷ്ടപ്പെടുത്തണമെന്ന് കരുതിക്കൊണ്ട് യഥാർത്ഥത്തിൽ സിയോണിസ്റ്റുകളും സാമ്രാജ്യത്വ ശക്തികളും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാം വിരുദ്ധ യുദ്ധമാണ്. ഇസ്ലാം വിരുദ്ധ യുദ്ധമാണ്. കഴിഞ്ഞ പെരുന്നാളിൽ ഗസയാണ് അതിന്റെ ഏരിയയെങ്കിൽ ഇന്ന് ഇറാനാണ്. ഇത് ഇറാനിൽ നിൽക്കുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. സാമ്രാജ്യത്വ ശക്തികളെയും സിയോണിസ്റ്റ് ശക്തികളെയും ഒക്കെ ഗാർഡിയൻഷിപ്പായിട്ട് നേതൃത്വം ഏൽപ്പിച്ചവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്നല്ലെങ്കിൽ നാളെ ഒരു പക്ഷേ ഇത് അറബ് രാജ്യങ്ങളിലേക്ക് ഇസ്രയേലിൽ ഒരു വെടിക്ക് 2 പക്ഷി, ഒരു വെടിക്ക് 4-5 പക്ഷികൾ, ഒരു വെടിക്ക് 2 പക്ഷിയല്ല. യഥാർത്ഥത്തിൽ ഇസ്രയേൽ യുദ്ധം ചെയ്യുന്നത് ഇറാനെതിരെ മാത്രമല്ല, ദുബായ്ക്കെതിരാണ്, അബുദാബിക്കെതിരാണ്, സൗദി അറേബ്യക്കെതിരാണ്, കുവൈറ്റിനെതിരാണ്, ബഹ്റൈനെതിരാണ്. അഥവാ മുസ്ലിം നാടുകൾ സമൃദ്ധി ഉണ്ടാകരുത്, മുസ്ലിം സമൂഹത്തിൽ സമാധാനം ഉണ്ടാകരുത്, ദിർഹമുകൾ തകർന്നു പോകണം, ദീനാറുകൾ തകർന്നു പോകണം, എണ്ണപ്പാടുകൾ കത്തിയമരണം. ഈ രീതിയിൽ ലോകത്തെന്നും യുദ്ധങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി വിറകുകൾ കത്തിച്ച് യുദ്ധത്തിന്റെ തീ ആളിക്കത്തിക്കുന്നവരാണ് ഇവരെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. എന്നും യുദ്ധങ്ങൾ ഉണ്ടാക്കി. ബനു ഖൈനുഖയുടെ ചരിത്രം അതാണ്, ബനു ഖുറൈദയുടെ ചരിത്രം അതാണ്, അതുപോലെ ബനു നളീറിന്റെ ചരിത്രം ഇതാ. അതുകൊണ്ട് യുദ്ധമുണ്ടാക്കുന്നവർ, അവർ എപ്സ്റ്റീൻ ഫയലുകൾ, അവരുടെ ഫയലുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. പ്രിയമുള്ളവർ, ലോകത്ത് കുറെ കടൽ കിഴവന്മാർ, കുറെ 70-80 വയസ്സായ കടൽ കിഴവന്മാർ, ഒരുതരം സൈക്കോപാത്തുകൾ, ഒരുതരം മാനസിക രോഗികൾ. സൈക്കാട്രി വിഭാഗത്തിൽ പ്രിയമുള്ളവരെ, നമ്മൾ പഴയ ഭാഷ പറയാം 19 തരം പിരാന്തുണ്ട് എന്ന് പറയും. 19 തരം പിരാന്തുണ്ട് പഴയ ഭാഷയിൽ. ഞാൻ പറയുന്നത് ഇന്ന് 200ഓളം മാനസിക രോഗങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട മാനസിക രോഗമാണ് സൈക്കാട്രിയാണ്. മാനസിക ഇസ്ലാമോഫോബിയ, ഇസ്ലാമിനോ പേടി, ഇസ്ലാമിന് വെറുപ്പ്, ഇസ്ലാമിക ചിഹ്നങ്ങളോടുള്ള വെറുപ്പും വിദ്വേഷം വെച്ചു പുലർത്തുന്ന ഒരു മാനസിക രോഗം. അതിന്ന് ലോകം ഭരിക്കുന്ന ഭരണാധികാരികൾക്കൊക്കെ ഉണ്ട്. ഇന്ന് മാർച്ച് മാസമാണല്ലോ. ഈ മാർച്ച് 15 പോലും ഇസ്ലാമോഫോബിയ വിരുദ്ധ ദിനമായിട്ടാണ് UN പോലും ആചരിക്കുന്നത്. ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഇസ്ലാം വിരുദ്ധതയുടെ ഒരു ആഗോള ചിത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് പോലും, ഇന്ത്യക്കകത്ത് പോലും ഈ റമദാൻ മാസത്തിൽ പോലും 4-5 പശുക്കൊലപാതകം നടന്നിട്ടുണ്ട്, 4-5 മൊബിലിഞ്ചിങ് നടന്നിട്ടുണ്ട്. അഥവാ മനുഷ്യരെ തല്ലിക്കൊല്ലുന്ന ഒരു സംസ്കാരം. ഇങ്ങനെ യുദ്ധങ്ങൾ വിറ്റ്, ആയുധങ്ങൾ വിറ്റ് ജീവിക്കുന്ന കടൽ കിഴവന്മാർ ലോകം ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും സമാധാനം പുലരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മെ സംബന്ധിച്ചിടത്തോളം സമാധാനമാണ് ഇസ്ലാം. അല്ലാഹുമ്മ അന്തസ്സലാം വ മിൻകസ്സലാം തബാറക യാ ദൽ ജലാലി വൽ ഇക്റാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. സലാം സലാം സലാം.
നമ്മൾ സമാധാനമാണ്. അസ്സലാമു അലൈക്കും, അഫ്ശുസ്സലാം, അഫ്ശുസ്സലാം, സലാം പറയൂ. നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളാ, നമ്മൾ സ്നേഹത്തിന്റെ വക്താക്കളാ, സഹവർത്തിത്വത്തിന്റെ വക്താക്കളാ. മുസ്ലിം ലോകത്ത് പ്രിയമുള്ളവരെ, അവിടെ ഒട്ടകത്തിന് ഒരു കൊലപാതകമില്ലട്ടോ. അറബ് മുസ്ലിം നാടുകളിൽ ഒരു ബോംബറും ആയുധങ്ങളും ഉണ്ടാക്കുന്നില്ല. ആരായുധങ്ങൾ ഉണ്ടാക്കുന്നത്? ആരാ ബോംബറുകൾ ഉണ്ടാക്കുന്നത്? ലോകത്തെ യുദ്ധങ്ങൾ എന്നും ചെയ്യുന്നത് ആരാണ്? ആയുധപ്പുരകൾ. ഒരുപക്ഷെ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ നടത്തുമെന്ന് ആരാ പറയുന്നത്? അമേരിക്ക. നിങ്ങൾക്ക് എന്താ ഉള്ളത്? ഞങ്ങൾ ആണവായുധം ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടിയവരാണ്, ആണവായുധങ്ങളെ എഴുത്തിക്കാഫിരിക്കുന്നവരാണ്. ലോക ചരിത്രത്തിൽ ആണവായുധം പ്രയോഗിച്ചവരാണ്. ആണവായുധങ്ങൾ കൈകൾ വെച്ച് അതിൽ എഴുത്തിക്കാഫിരിക്കുന്നവർ, അത് ലോകത്ത് പ്രയോഗിച്ചവർ, അവരാണ് പറയുന്നത് നിങ്ങൾ ആണവാർജം വികസിപ്പിച്ചേക്കാം. ഇറാൻ യുറേനിയം എൻറിച്ച്മെന്റ്, യുറേനിയം സമ്പുഷ്ടീകരണത്തിലൂടെ ഇറാൻ ഉണ്ടാക്കിയേക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ യുദ്ധം നടത്തുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ലോകത്തെ സമാധാനത്തിന് അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ പ്രാർത്ഥന പഠിച്ച റബ്ബേ, ഞങ്ങളുടെ നാട്ടില് നീ സമൃദ്ധി നൽകണേ. നല്ല നാട്, നല്ല സമൃദ്ധി. അതുകൊണ്ട് സമൃദ്ധിയുള്ള നാട്, സമാധാനമുള്ള നാട്, മനുഷ്യർക്കുള്ള വിഭവങ്ങൾ കിട്ടുന്ന നാട്, അതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്, അതാണ് ഇസ്ലാമിന്റെ രാഷ്ട്രീയം, അതാണ് ഇസ്ലാമിക സഭ മുന്നോട്ട് വെക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിന്റെ സമാധാനത്തിന്റെ പരിശ്രമം, നമ്മൾ സമാധാനത്തിന്റെ വക്താക്കളാണ്, നമ്മൾ സ്നേഹത്തിന്റെ വക്താക്കളാണ്, നമ്മൾ കാരുണ്യത്തിന്റെ വക്താക്കളാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, അത് നമുക്ക് വെറുപ്പാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാം സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിക്കേണ്ടതുണ്ട്. ഇസ്ലാം അതിജീവിക്കുന്നത് ഇസ്ലാമിലെ മൂല്യങ്ങൾ കൊണ്ടാണ്, ഇസ്ലാമിന്റെ കാരുണ്യം കൊണ്ടാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ച മാധവിക്കുട്ടി കമല സുരയ്യ ആയതിനു ശേഷം അവർ പറയുന്നുണ്ട്, ലോകത്ത് ഇസ്ലാം അതിജീവിക്കും, ഇസ്ലാം അതിജീവിക്കും അതിന്റെ കാരുണ്യം കൊണ്ട്, ഇസ്ലാം അതിന്റെ കാരുണ്യം കൊണ്ട്, ഇസ്ലാം അതിന്റെ സമാധാനം കൊണ്ട്, ഇസ്ലാം അതിന്റെ സദാചാരം കൊണ്ട്, അതിന്റെ ധാർമ്മികത കൊണ്ട് ഇസ്ലാം അതിജീവിക്കുമെന്ന് മഹദി കമല സുരിയ പറയുകയുണ്ടായി. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എന്റെ കൊച്ചുമക്കളോട് പറയുവാനുള്ളത്, നിങ്ങൾ ഇസ്ലാമിന്റെ ധാർമ്മിക മൂല്യങ്ങൾ പാലിക്കണം, ഇസ്ലാമിന്റെ സദാചാര മൂല്യങ്ങൾ പാലിക്കണം. ഇന്നലെ ഈ കോതമംഗലത്ത് ഒരു മുസ്ലിം പെൺകുട്ടിയെ MDMA പിടിച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ കാക്കനാട് ഈ തങ്കളം റോട്ടിൽ ചെന്നാൽ ഒരു തരം MDMA സംസ്കാരമുണ്ട്. കുറച്ചു മുമ്പ് ഒരു ആൺകുട്ടി, ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്തിട്ട് ഒരു മുസ്ലിം ചെറുപ്പക്കാരെ ലവ് ജിഹാദ് ഇരയാക്കി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പറയുന്നത്, എന്റെ ചെറുപ്പക്കാരോട് പറയുന്നത്, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, ഇസ്ലാമിന്റെ ധാർമ്മികത, ഇസ്ലാമിന്റെ സദാചാരം നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി പാലിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഒരു മന്ത്രി, അദ്ദേഹത്തിന്റെ പ്രസ്താവന കുറിച്ച് കേട്ടില്ലേ? ഒരു MLA പ്രസ്താവന ഉണ്ടായിരുന്നു, അവരുടെ ജീവിതത്തെ കുറിച്ച് കേട്ടില്ലേ? എനിക്ക് 5000 പെണ്ണുങ്ങളുണ്ട്, എനിക്ക് പ്രണയമാകാം. ഞങ്ങൾ അങ്ങനെ സ്വതന്ത്ര ജീവിതം നയിക്കുന്നവരാ, ലിബറൽ ജീവിതം നയിക്കുന്നവരാ. ഞാൻ പറയുന്നത്, ലിബറൽ ജീവിതത്തിന്റെ കാളച്ചന്തയിലേക്ക്, അപ്പുറത്തൊരു കാളച്ചന്ത നടക്കുന്നുണ്ട്, കാളച്ചന്തകൾ, ആ കാളച്ചന്തയിൽ നടക്കുന്ന സംസ്കാരമുണ്ട്. കാളക്കെന്തൊരു വേളി, നാളെ വേറെ വേളി, നാളും മറ്റന്നാൾ വേറെ വേറെ വേളി. ഇങ്ങനെ ഒരു കാള സംസ്കാരം, ഒരു ചന്ത സംസ്കാരം, ഒരു കന്നുകാലി സംസ്കാരം. അൽ ഇൻസാനുൽ ഹൈവാനി വൽ ഇൻസാനുൽ റബ്ബാനി വൽ ഇൻസാനു ശൈത്വാനി. മനുഷ്യൻ മൃഗമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്, മനുഷ്യനെ പിശാചാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഇവിടെയാണ് വൽ ഇൻസാനുർ റബ്ബാനി, മനുഷ്യനെ ദൈവിക മൂല്യങ്ങൾ ആക്കിയെടുക്കുന്ന പ്രക്രിയയാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, ഈ ഈദുൽ ഫിത്തർ നാളുകളിൽ എനിക്ക് എന്നോട് പറയാനുള്ളത്, നിങ്ങളോട് പറയാനുള്ളത്, ഇസ്ലാമിന്റെ സമാധാനം, ഇസ്ലാമിന്റെ സ്നേഹം, ഇസ്ലാമിന്റെ സംസ്കാരം, ഇസ്ലാമിന്റെ സദാചാരം, അതിനിന്നും പ്രസക്തിയുണ്ട്, അതിനെ പ്രസക്തിയുള്ളൂ. അങ്ങനെ ഇസ്ലാം ഇന്നും അതിജീവിക്കുന്നു. മറ്റ് പല മതങ്ങളെയും ദർശനങ്ങളെയും ഒക്കെ മുക്കിത്താഴ്ത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊക്കെ നശിപ്പിക്കാൻ ലോകത്ത് പലർക്കും സാധിച്ചിട്ടുണ്ട്. സാമ്രാജ്യത്വം ക്രൈസ്തവ മതത്തെ വിഴുങ്ങിയിട്ടുണ്ട്, ഹൈന്ദവ മത മൂല്യങ്ങളെ ഫാസിസം വിഴുങ്ങിയിട്ടുണ്ട്, സിയോണിസം ജൂതമതത്തെ നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനങ്ങൾ പോലും അങ്ങ് വെനിസ്വലയില് ഒരു സോഷ്യലിസ്റ്റ് ഭരണാധികാരിയെ, നിക്കോളാസ് മെഡൂര എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയെ രാഖി രാമാനം വന്ന് കയ്യാമം വെച്ച് ഒന്ന് ചെരിപ്പിടാൻ പോലും സമ്മതിച്ചില്ല, ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും സമ്മതിച്ചില്ല. പിടിച്ചു കൊണ്ടുപോയിട്ട് ഒന്ന് അനങ്ങാൻ, ഒന്ന് പ്രതിഷേധിക്കാൻ, ഒന്ന് പ്രതിരോധിക്കാൻ ശേഷി ഇന്ന് സോഷ്യലിസ്റ്റ് ലോകത്തിനില്ല. അതുകൊണ്ട് സോഷ്യലിസ്റ്റ് ലോകം ദുർബലമായിരിക്കുന്നു. യഥാർത്ഥ മതസമൂഹങ്ങളെ സാമ്രാജ്യത്വം സിയോണിസം വിഴുങ്ങിയിരിക്കുന്നു. അവിടെ ഇസ്ലാം ഇന്നും പ്രതിരോധിക്കുകയാണ്. കാരണം ഇസ്ലാം അങ്ങനെ കീഴടങ്ങുന്ന ഒരു മതമല്ല, അഭിമാനമുള്ള സമൂഹമാണ്, അന്തസ്സുള്ള ഒരു സമൂഹമാണ്. വലില്ലാഹിൽ ഇസ്സത്തു വലിർ റസൂലി വലിൽ മുഅ്മിനീൻ.
ആത്മാഭിമാനമുള്ള ഒരു സമൂഹമാണ്. അതുകൊണ്ട് ആത്മാഭിമാനമുള്ള ഒരു സമൂഹമാണ് നമ്മൾ, അന്തസ്സുള്ള ഒരു സമൂഹമാണ്. സാമ്രാജ്യത്വത്തോട്, സിയോണിസത്തോട്, ഫാസിസത്തോട് കീഴടങ്ങാൻ ഒരു മറ്റേ സംഘപരിവാറിന്റെ മുമ്പിൽ പോയി ഒജീനിച്ച് അവർ ഔദാര്യം വാങ്ങിയിട്ട് മുസ്ലിം ഇന്ത്യക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഏത്തമിട്ട് ഇമ്പോസിഷൻ എഴുതി കൊടുത്ത് ഫാസിസത്തെ സൂചിപ്പിച്ച് കാര്യം നേടാൻ ശ്രമിക്കുന്ന മതപുരോഹിതന്മാരോട് പോലും പറയാനുള്ളത്, ഇസ്ലാം അന്തസ്, ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന മതമാണ്. അത് തിന്മകളോട് രാജിയാവുകയില്ല. മദ്യത്തോട് ഇസ്ലാം രാജിയല്ല, പലിശയോട് ഇസ്ലാം രാജിയാവില്ല, വ്യഭിചാരത്തോട് ഇസ്ലാം രാജിയാവില്ല, സെക്സ് ടൂറിസത്തോട് ഇസ്ലാം രാജിയാവില്ല, ആഭാസ അശ്ലീലങ്ങളോട് ഇസ്ലാം രാജിയാവില്ല. ഇസ്ലാം എന്നും സാമ്രാജ്യത്വ വിരുദ്ധമാണ്. ഇന്ന് അമേരിക്കയോടാണെങ്കിൽ, പണ്ട് സോവിയറ്റ് യൂണിയൻ ആണെങ്കിൽ, ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോടാണെങ്കിൽ, പറങ്കികളോടാണെങ്കിൽ, സ്പെയിനിനോടാണെങ്കിൽ, അങ്ങനെ റോമയോടാണെങ്കിൽ, പേർഷ്യയോടാണെങ്കിൽ, ചരിത്രത്തിലെ എല്ലാ സാമ്രാജ്യങ്ങളെയും ഇസ്ലാം അഭിമുഖീകരിച്ചിട്ടുണ്ട്. എല്ലാ സാമ്രാജ്യങ്ങളുടെ മുമ്പിൽ ചെക്ക് പറഞ്ഞത്, പ്രതിരോധിച്ചത് ഇസ്ലാമാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരം, ഫ്രഞ്ച് വിരുദ്ധ സമരം, അതുപോലെ ഇറ്റാലിയൻ വിരുദ്ധ സമരം, അങ്ങനെ അധിനിവേശ ശക്തികളോട്, സാമ്രാജ്യത്വ ശക്തികളോട്, അതുപോലെ തിന്മയുടെ വക്താക്കളോട് എന്നും പ്രതിഷേധിച്ച ആദർശത്തിന്റെ സമൂഹമാണ് ഇസ്ലാമിക സമൂഹം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ രാജ്യം പോലും വലിയ അർത്ഥത്തിലുള്ള ഇത്തരം തിന്മകളുടെ ഒരു വേലിയേറ്റം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം ഇസ്ലാമിക മൂല്യങ്ങളും ധാർമ്മികതയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, ഇസ്ലാമിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വിശുദ്ധ റമദാനിൽ ഞങ്ങളെടുത്ത് നോമ്പ് അല്ലാഹു സ്വീകരിക്കണം തമ്പുരാനെ. ചെറുപ്പേ, ഞങ്ങളുടെ നോമ്പ് ഈമാനോടെയും ഇഹ്തിസാബോടെ എടുത്ത് നോമ്പ് അല്ലാഹുവേ സ്വീകരിക്കണം തമ്പുരാനെ. അങ്ങനെ എടുത്ത് നോമ്പ് കൊണ്ട് മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമദാനിൽ എടുത്ത് നോമ്പ് അല്ല ഈമാനോട് എടുത്ത് നോമ്പാണെങ്കിൽ, ഇഹ്തിസാബോട് കൊടുത്ത് നമ്മൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതുകൊണ്ട് പാപമില്ലാത്ത അവസ്ഥയിലൂടെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര സൗന്ദര്യമുള്ളവരായി മാറിയത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചിരിക്കാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് കൈ കൊടുക്കാൻ കഴിയുന്നത്, അതുകൊണ്ടാണ് കെട്ടിപ്പിടിക്കാൻ കഴിയുന്നത്. എന്തൊരു സുഗന്ധമാണ് ഈദ്ഗാഹിന്, എന്തൊരു സുഗന്ധമാണ് ഈദ്ഗാഹിന്. അതുകൊണ്ട് നമ്മൾ പാപമില്ലാത്ത ജീവിതം, ഹറാമില്ലാത്ത ജീവിതം, അതാണ് പ്രിയമുള്ളവരെ നോമ്പിലൂടെ സാധിക്കുന്നത്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ഇസ്തിഗ്ഫാർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ, അറിഞ്ഞും അറിയാതെ സംഭവിച്ച മുഴുവൻ പാപങ്ങളും നീ പുറത്ത് മാപ്പാക്കണം തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് നീ ഞങ്ങൾക്കെല്ലാം നൽകണം തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നിന്റെ റഹ്മത്ത് നൽകണം തമ്പുരാനെ. മരിച്ചുപോയി ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട് നാഥ, മരിച്ചുപോയി ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം തമ്പുരാനെ. അവർ ഖബറിടങ്ങളെ നീ സ്വർഗ്ഗ ഖബറുകളാക്ക തമ്പുരാനെ. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെ സ്നേഹിക്കാനും പരിചരിക്കാനും ശുശ്രൂഷിക്കാനൊക്കെ മനസ്സ് നാഥ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ ഭാര്യ ഭർത്തൃ ജീവിതം മനോഹരമാക്കണം തമ്പുരാനെ. മവദ്ദത്തിന്റെയും റഹ്മത്തിന്റെയും സ്നേഹത്തിന് കാരുണ്യത്തിന്റെയും ഒക്കെ സംസ്കാരമുള്ള ഭാര്യ ഭർത്തൃ ജീവിതം, കുടുംബ ജീവിതം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ ഖുർറത അയ്ൻ, കൺകുളിർമ ഞങ്ങളുടെ മക്കളെ കാണുമ്പോ, ഞങ്ങളുടെ മക്കളെ കുറിച്ച് കേൾക്കുമ്പോ, ഞങ്ങളുടെ മക്കൾ നടക്കുന്നു കാണുമ്പോൾ അല്ലാഹുവേ, കണ്ണിന് കൺകുളിർമയുള്ള മക്കളാക്കി നാഥ നീ ഞങ്ങളുടെ മക്കളെ മാറ്റി തന്നെ തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തെ ഇസ്ലാമിക കുടുംബമാക്കണം തമ്പുരാനെ. പടച്ചറപ്പേ, വിശുദ്ധ ഖുർആന്റെ അൽ ഹയാത്തു ഫീ ദിലാലിൽ ഖുർആൻ, ഇൻ ദി ലൈഫ് ഇൻ ദി ഷെയ്ഡ് ഓഫ് ഖുർആൻ, ഖുർആന്റെ തണലിൽ ജീവിക്കുന്ന, ഖുർആന്റെ സംസ്കാരത്തിൽ ജീവിക്കുന്ന, ഖുർആൻ പറയുന്ന പോലെ ജീവിക്കുന്ന കുടുംബം. ഞങ്ങളുടെ അടുക്കള, ഞങ്ങളുടെ തീന്മേശ, ഞങ്ങളുടെ ബെഡ്റൂം, ഞങ്ങളുടെ ബാത്റൂം, ഞങ്ങളുടെ വീട്ടകങ്ങൾ, ഞങ്ങളുടെ അങ്ങാടി എല്ലാം ഖുർആന്റെ അടിത്തറയിൽ ജീവിക്കുന്ന ഒരു സമൂഹമാക്കി, കുടുംബമാക്കി ഞങ്ങളുടെ കുടുംബത്തെ മാറ്റി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ രാജ്യത്തെ, മുസ്ലിം ലോകത്തെ നീ സമാധാനം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, മിഡിൽ ഈസ്റ്റില് ഒരുപക്ഷെ വലിയ പ്രതിസന്ധി നേരിടാൻ പോവുകയാണ്. ഒരുപക്ഷെ ഒരുപാട് ജനങ്ങൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടേക്കാം, ദിർഹമിന്റെ ദീനാറിന്റെ വരവുകൾ കുറച്ചേക്കാം. ചെലവ് ചുരുക്കണം, ധൂർത്തൊഴിവാക്കണം, ആകാശ കല്യാണം ഒഴിവാക്കണം, അഹങ്കാരം ഒഴിവാക്കണം. നമ്മൾ പലരുടെ സഹോദര ജീവിതം വലിയ അപകടത്തിലാണ്, വലിയ പ്രതിസന്ധിയിലാണ്. അല്ലാഹുവേ, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ പടച്ചറപ്പേ നിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. ഇസ്രയേലിനെയും അമേരിക്കയും അല്ലാഹു നീ പരാജയപ്പെടുത്തണം തമ്പുരാനെ. അല്ലാഹുവേ, ഇസ്രയേലിനെയും അമേരിക്കയും നീ തോൽപ്പിക്കണം തമ്പുരാനെ. യാ മുൻസിലൽ കിതാബ്, യാ ഹാസിമൽ അഹ്സാബ്, യാ ഹാസിമൽ അഹ്സാബ്, യാ മുജിരി സഹാബ്, അഹ്സിമിൽ അംരീക വൽ ഇസ്രായേൽ അൽ ഖാതില അൽ ളാലിമ അൽ ഫാജിറ അൽ ഫാസിഖ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, സാമ്രാജ്യത്വ ശക്തികളെ, ഈ ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും മോഡിയുടെയും ഒക്കെ പടച്ചറപ്പേ എല്ലാ പൈശാചിക യുദ്ധ സംസ്കാരത്തെ നീ പരാജയപ്പെടുത്തണം തമ്പുരാനെ. മുസ്ലിം നാട്
നാടുകളിൽ സമാധാനം പുലരണം തമ്പുരാനെ. ലോകത്ത് മുഴുവൻ സമാധാനം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. പടച്ച റബ്ബേ, ഞങ്ങളുടെ നാടിനെയും ഞങ്ങളുടെ സഹോദരന്മാർക്കുമെല്ലാം അല്ലാഹുവേ അപകടങ്ങളില്ലാത്തൊരവസ്ഥ നൽകി അനുഗ്രഹിക്കും തമ്പുരാനെ. അവരുടെ തൊഴിലിടങ്ങളിൽ, അവരുടെ ജോലിയിൽ പ്രയാസങ്ങളില്ലാത്ത അവസ്ഥ നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇസ്ലാമിക മൂല്യങ്ങൾ, ഇസ്ലാമിന്റെ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നരകവിമോചനം നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. വിത്തുക്കുമനാർ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ നിന്നോട് മാപ്പ് ചോദിക്കാൻ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. മാപ്പ് 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 അല്ലാഹുവേ, മാപ്പ് അല്ലാഹുവേ, മാപ്പ് അല്ലാഹുവേ, മാപ്പ്. പടച്ചറബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ, വിട്ടുവീഴ്ച ചെയ്യണേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തന്നെ ഒരു പുതിയ ജീവിതം അല്ലാഹു ഞങ്ങൾക്ക് നൽകണം. ഈ ദീനി ജീവിതം, ആദർശ ജീവിതം, നമസ്കരിക്കുന്ന ജീവിതം, സക്കാത്ത് കൊടുക്കുന്ന ജീവിതം, ഹജ്ജ് ചെയ്യുന്ന ജീവിതം, വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ജീവിതം, ഒരു പുതിയ ജീവിതം, നല്ല ജീവിതം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക ഹമീദും മുജീബുദ് ദഅവാത്ത് വഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأوانا ومأواهم اللهم ارحمنا يا أرحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين اللهم اجعلنا من عتقاء النار وطلقاء النار وخلصاء النار وأمناء النار اللهم اعتق رقابنا ورقاب آبائنا ورقاب أمهاتنا ورقاب أزواجنا ورقاب ذرياتنا من النار اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين.